ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ, വീട്ടിൽ സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളെല്ലാം വെച്ചിട്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര എന്ന് പറയുന്നത് ഈ ഒരു പലഹാരത്തിന് അധികം മധുരമൊന്നുമല്ല, ആവശ്യത്തിന് മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു മൈദയും റവയും പഞ്ചസാരയും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർക്കാം, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ആ ഉപ്പും ബേക്കിംഗ് സോഡയും ഏലക്കാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാതെ ശ്രദ്ധിച്ചേക്കണേ. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തീരെ അങ്ങ് ലൂസായിട്ട് പോവരുതേ. അപ്പോൾ കണ്ടല്ലോ, നമ്മളിതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മുടെ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് റവയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ തുറന്നിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ സെപ്പറേറ്റിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ മാത്രം ചേർത്തേക്കണേ, വെള്ളം കൂടിപ്പോവരുത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ, കുഴിയുള്ള ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തവിയിൽ മാവ് കോരി ഒഴിക്കാം. മാവ് നമ്മൾ ഒന്ന് മാവ് ഒഴിച്ചു ഉടനെന്നും നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കേണ്ട. ജസ്റ്റ് അതൊന്ന് വീർത്ത് വരുമ്പോൾ ഇതുപോലെ പതുക്കെ ഒരു സൈഡിലോട്ട് നീക്കി വയ്ക്കാം. അതിനുശേഷം വേറൊരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊരു 3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ അധികം സമയം വേണ്ടി വരില്ലേ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരെണ്ണം ഒന്ന് വീർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട ശേഷം നമുക്ക് അടുത്തത് ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു 3 സ്നാക്കിനുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, കണ്ടല്ലോ. അപ്പോൾ 3 എണ്ണവും ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഉള്ളൊക്കെ വേവാനുള്ളൊരു സമയം കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. തീ ഒന്നും കൂട്ടിയിടരുത്. തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള സ്നാക്കെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണ് നല്ല ഹാർഡായിട്ട് തോന്നുന്നത്. കുറച്ച് നേരം ഇരിക്കുമ്പം അതിൻ്റെ ഒന്ന് തണുത്ത് വരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇരിക്കുന്തോറും നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേണം കേട്ടോ. താങ്ക് യു.